മെസ്സിയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച കേരളത്തിലും. അതേസമയം മെസ്സി എന്ന ഇതിഹാസ ഫുട്ബോൾ താരം മറ്റൊരു പ്രതിസന്ധിയുടെ വക്കീലാണ്. അദ്ദേഹം വിരമിക്കലിൻ്റെ സൂചനകൾ നൽകുന്നു. അതിൻ്റെ ഞെട്ടലിലാണ് ഫുട്ബോൾ ലോകമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയൊരു ലോകകപ്പിന് മെസ്സി കളിക്കളത്തിൽ ഉണ്ടാവില്ലെന്ന് നേരത്തെ തന്നെ സൂചന ഉണ്ടായിരുന്നെങ്കിലും ഇത്ര നേരത്തെ ആ തീരുമാനം ആരും പ്രതീക്ഷിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെയാണ് വിരമിക്കൽ സൂചന നൽകിയ അർജന്റീനൻ നായകൻ ലിയണൽ മെസ്സിയുടെ കുറിപ്പ് പുറത്തുവരുന്നത്. ഫുട്ബോളിൽ കൂടുതൽ കാലം തുടരുമോ എന്നത് സംശയമാണെന്നും അച്ഛനില്ലാതെ മുന്നോട്ട് പോവുക പ്രയാസമാണെന്നുമാണ് മെസ്സി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. അച്ഛൻ്റെ മരണശേഷമുള്ള ആദ്യ വൈകാരിക കുറിപ്പ് കൂടിയാണിത്. എന്തായാലും ഈ വാർത്തകളോടും സാഹചര്യങ്ങളോടും എന്തായാലും ഇതുവരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും പ്രതികരിച്ചിട്ടില്ല. എന്താണ് ഈ സാഹചര്യം എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മെസ്സിയുടെ പിതാവ് ഹോർഗെ മെസ്സി ഓഗസ്റ്റ് 7-നാണ് അന്തരിച്ചത്. ദീർഘകാലമായി രോഗബാധിതനായിരുന്നു ഹോർഗെ. അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് വിരമിക്കൽ സൂചനയാണെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന മറുവാദം കൂടിയുണ്ട്. എന്തായാലും ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഹരികൃഷ്ണൻ കൂടി നമുക്കൊപ്പമുണ്ട്. ഹരി, മെസ്സി എന്ന ഇതിഹാസ താരം വിരമിക്കുന്നു എന്ന വാർത്തയോട് കേരളത്തിൽ നിന്ന് നമുക്ക് പങ്കുവെക്കുമ്പോൾ ഏറെ വൈകാരികമാണ്. കാരണം നേരത്തെ മന്ത്രി PC വിശ്വനാഥ് സൂചിപ്പിച്ചതുപോലെ അർജന്റീനയേക്കാൾ കൂടുതൽ മെസ്സി ആരാധകരുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ സമീപകാലം മെസ്സി വിവാദം കൂടി നടക്കുന്ന ഘട്ടത്തിൽ കൂടി ഇതിന് പ്രസക്തി ഏറെയുമാണ്. എന്താണ് ഈ മെസ്സിയുടെ കുറിപ്പും അത് സംബന്ധിച്ച് നൽകുന്ന സൂചനകളും അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ തീരുമാനത്തിൽ തന്നെയാണോ? ഇതിലെന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? സജിത്ത്, ഈ മെസ്സിയുടെ പിതാവിൻ്റെ മരണത്തിന് ശേഷം മെസ്സി ഇട്ടൊരു നീണ്ട കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ തന്നെ പറയുന്ന ഒരുപാട് അവ്യക്തതകളുണ്ട്. പ്രത്യേകിച്ച് മെസ്സി ഇനി ഫുട്ബോൾ പിച്ചിലേക്ക് തിരികെ വരുമ്പോൾ എന്നുള്ള ചോദ്യങ്ങൾ വളരെയധികം പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഈ ലോകകപ്പുമായി ബന്ധപ്പെട്ട് തന്നെ റൊണാൾഡോ, നെയ്മർ, മെസ്സി ഈ 3 ഇതിഹാസ താരങ്ങളുടെയും അവസാനത്തെ ലോകകപ്പ് ആകുമെന്ന് സംബന്ധിച്ചുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റൊണാൾഡോ എന്തായാലും ലോകകപ്പിൽ നിന്നും വിരമിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. നെയ്മറും അതേ രീതിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാകുന്നു. മെസ്സിയെ സംബന്ധിച്ചും അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ഇപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മെസ്സി ഇറങ്ങിയിരുന്നു. ഇന്റർ മിയാമിക്ക് വേണ്ടിയിട്ട് ലീഗ്സ് കപ്പിൽ 3-2 മത്സരം ജയിക്കുകയും ചെയ്തിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഹാഫ് ടൈമിലായിട്ട് ഇറങ്ങിയതാണ്. അതായത് പിതാവിൻ്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ എന്നാൽ പോലും ഒരു കരിയർ അൺസർട്ടനിറ്റി നിൽക്കുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് ഇത് തുടരുമോ എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടോ, മെസ്സി വിരമിക്കുകയാണോ എന്നത് സംബന്ധിച്ചൊരു ധാരണയുണ്ടോ എന്നത് സംബന്ധിച്ച് നിർണായകമായ നീക്കങ്ങളുണ്ട്. പക്ഷേ ഇത് എത്ര നാളത്തേക്ക് ഈ കരിയറുമായി മുന്നോട്ട് പോകുമെന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത കുറവുണ്ട്. പ്രത്യേകിച്ച് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ബസ് ക്രിയേറ്റ് ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ സോഷ്യൽ മീഡിയ ബസ് ക്രിയേറ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ മെസ്സി ആരാധകർ ഒരു വലിയ നിരാശയിൽ നിൽക്കുന്നത്. പക്ഷേ മെസ്സി തിരികെ ഗ്രൗണ്ടിലേക്ക് എത്തി പിതാവിൻ്റെ മരണത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് ആരാധകർക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആണ് ആ മത്സരത്തിനായിട്ട് മെസ്സി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതൊരു ചെറുതായിട്ടൊരു ആശ്വാസം മെസ്സി ആരാധകർക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്നാൽ പോലും ആ പശ്ചാത്തലം നിലനിൽക്കെ തന്നെ ഇത് എത്ര നാളത്തേക്കാണെന്നൊരു ചോദ്യമുണ്ട്. കാരണം ഈ മെസ്സി ഒന്നാമത് വയസ്സ് 39 കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ എത്ര നാൾ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാൻ കഴിയുക എന്നുള്ളതാണ്. വേൾഡ് കപ്പിലേക്ക് ഇനി എന്തായാലും മെസ്സി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അല്ലാതെ ഇന്റർ മയാമിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ, അല്ലെങ്കിൽ ക്ലബ് ഫുട്ബോളിന് വേണ്ടിയിട്ട് കളിക്കുമ്പോഴേക്കും മെസ്സി എത്ര നാൾ നിൽക്കുമെന്നുള്ള ചോദ്യങ്ങളും വളരെയധികം പ്രസക്തമാണ്. പ്രത്യേകിച്ച് പിതാവിൻ്റെ മരണം മെസ്സിയെ ഷോക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു മടങ്ങി വരവ് അത് ഉണ്ടാക്കുന്നൊരു ഒരു സന്തോഷം ആരാധകരെ സംബന്ധിച്ചുണ്ടെങ്കിൽ പോലും എത്ര നാൾ, ആ ചോദ്യം വളരെയധികം പ്രസക്തമാണ് സജിത്ത്. ഈ ഹരി, ഇനിയൊരു ഫുട്ബോളിന് മെസ്സി ഉണ്ടാവില്ല. അത് ഈ വേൾഡ് കപ്പ് സമയത്ത് തന്നെ വൈകാരികമായി എല്ലാവരും പങ്കുവെച്ച ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഒരു വിരമിക്കൽ നീക്കം ഉണ്ടായെങ്കിൽ, ഇപ്പോൾ വരുന്ന വാർത്തകൾക്ക് സ്ഥിരീകരണമുണ്ടെങ്കിൽ, അതൊരു പക്ഷേ ഇത്ര വേഗം അതാരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കരുതണ്ടേ? അല്ല, തീർച്ചയായും. ഇപ്പോൾ നമ്മൾ മെസ്സിയുടെ ഈ ഒരു വാചകം നമുക്കൊന്ന് എടുത്തു പറയാം. ഓൾ ഐ എവർ ഡിഡ് വാസ് പ്ലേ ഫുട്ബോൾ ആൻഡ് നൗ ഐ ഹാവ് സീരിയസ് ഡൗട്ട്സ് അബൌട്ട് വെദർ ഐ വിൽ കീപ് ഡൂയിങ് ഇറ്റ് ഫോർ മച്ച് ലോങ്ങർ. ഈ വാചകമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ബസ് ക്രിയേറ്റ് ചെയ്തത്. ഫുട്ബോളിനെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചിരുന്നത്, പക്ഷേ അതല്ലാതെ എത്ര നാളത്തേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിൽ എനിക്ക് ഡൗട്ട്സ് തോന്നി തുടങ്ങി, എനിക്ക് എന്നിൽ തന്നെ സംശയങ്ങൾ തോന്നി തുടങ്ങുന്നു എന്ന് പറയുമ്പോഴാണ്. ലോകകപ്പിൽ ഇനി മെസ്സി ഇല്ല, അല്ലെങ്കിൽ ഒരു അർജന്റീനിയൻ ജേഴ്സിയിൽ വേൾഡ് കപ്പ് കളിക്കാൻ ഇനി മെസ്സി ഉണ്ടാവില്ല എന്നത് നമുക്ക് വ്യക്തമാണ്.
ഇത്തവണ ലോകകപ്പിൽ ഫൈനലിൽ സ്പെയിനോട് പരാജയപ്പെടുമ്പോൾ പോലും ഒരുപക്ഷെ തുടർച്ചയായി 2 തവണ അർജന്റീന ലോകകപ്പ് കിരീടം നേടിക്കൊണ്ട് മെസ്സിയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. കിരീടം അർജന്റീനയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ക്ലബ് ഫുട്ബോളിലേക്കും കൂടി അങ്ങനെ വരികയാണെങ്കിൽ അതൊരു എൻഡ് ഓഫ് എൻ എറ എന്ന കരിയറിനൊന്നും പറയാൻ കഴിയില്ല. ഇതിലും വലിയൊരു വാചകമൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞതുപോലെ തന്നെയാണല്ലോ, മെസ്സി അർജന്റീനയേക്കാൾ ആരാധകർ മെസ്സി ഉള്ളൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. അത് കേരളത്തിന് മാത്രം സാഹചര്യമല്ല. പല ആളുകളും അർജന്റീനയെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരേ ഒരു കാരണം മെസ്സിയാണ്. ഇപ്പോഴും പല ലെജൻഡറി ഫുട്ബോളേഴ്സ് ഇതിന് മുമ്പും അർജന്റീനയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പോലും മെസ്സി ഉണ്ടാക്കിയത് ഇമ്പാക്റ്റ് ചേർത്തല്ല. ഒരുപക്ഷെ ഫുട്ബോളിലേക്ക് ആളുകളുടെ ക്രേസ് വർദ്ധിപ്പിക്കാനും ഇത്രയധികം വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനുള്ളൊരു കാരണവും അത് തന്നെയാണ്. പക്ഷേ പിതാവിൻ്റെ മരണത്തിന് ശേഷം മെസ്സി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കഴിഞ്ഞാൽ പോലും കഴിഞ്ഞ ദിവസം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയത് ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് എത്ര നാളത്തേക്കെന്നൊരു ചോദ്യം മാത്രമാണ് ഇനി പ്രസക്തമായിട്ട് നിൽക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാൻ മെസ്സി എത്ര നാൾ ഉണ്ടാകും? കാരണം മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി വീക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മെസ്സി കടന്നു പോകുന്നത് എന്ന് നമുക്ക് ആ കുറിപ്പ് വായിക്കുമ്പോഴേക്കും വ്യക്തമാകും. അത് അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിനെയും ബാധിക്കുമോ? കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ്, അദ്ദേഹത്തിൻ്റെ ജീവനാണ്, അല്ലെങ്കിൽ ആളുകളൊക്കെ തന്നെ സ്നേഹിക്കുന്നതും ആ രീതിയിലാണ്. പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് മെസ്സിയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഓണം എന്ന് പറയുന്നത് ചെറുതല്ല. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഇൻ്റർനാഷണൽ ഫുട്ബോൾ മാത്രമല്ല, ക്ലബ് ഫുട്ബോളിൽ നിന്നും കൂടി ഒരു വിരമിക്കൽ പ്രഖ്യാപനത്തിലേക്ക് മെസ്സിയുടെ വാക്കുകൾ നമുക്ക് അങ്ങനെ നീട്ടണമോ എന്നൊരു ചോദ്യമുണ്ട്. ഡൗട്ടുകളുണ്ടെന്ന് മെസ്സി തന്നെ നിൽക്കുമ്പോഴേക്കും ആ സാഹചര്യം ഇതിന് മുമ്പ് നമുക്ക് അറിയാവുന്നതാണല്ലോ. ലോകകപ്പിന് മുമ്പ് മെസ്സി അങ്ങനെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി പിന്നീട് അത് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ. അല്ലാതെ ക്ലബിലേക്ക് അത് നീങ്ങുമ്പോഴേക്കും മെസ്സിയുടെ തീരുമാനം എത്രയും വേഗം ഉണ്ടാകുമോ, അതോ അതൊരു വൈകാരിക കുറിപ്പായി മാത്രമായി കാണേണ്ട സാഹചര്യമേ ഉള്ളൂ? അത് പെട്ടെന്നുള്ള നിമിഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു വൈകാരിക മുഹൂർത്തത്തിൽ തനിക്ക് പറയേണ്ടി വന്നൊരു സാഹചര്യം മാത്രമായിട്ട് അത് കണക്കാക്കിയാൽ മതിയോ എന്നുള്ളത് മെസ്സിയുടെ മുൻ എക്സാമ്പിൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനൊരു വിലയിരുത്തലും കൂടി ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മെസ്സി ഇല്ലാത്തൊരു ഫുട്ബോൾ ലോകം എന്ന വൈകാരികമായ സാഹചര്യത്തെ നേരിടുമോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ? വിരമിക്കൽ വേഗത്തിൽ ഉണ്ടാകുമോ എന്ന്. എന്തായാലും ഈ അഭ്യൂഹങ്ങൾക്ക് തൽക്കാലം വിരാമം വിടുകയാണ് അദ്ദേഹം ഇന്റർ മിയാമി ആക്ഷൻ, അദ്ദേഹം പിതാവിൻ്റെ മരണത്തിന് ശേഷം ഈ വൈകാരിക കുറിപ്പുകൾക്ക് ശേഷം ഒരു ഫുട്ബോൾ മത്സരത്തിന് ഇറങ്ങി എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവസ്ഥ. എന്തായാലും അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അല്പം കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട്, കാത്തിരിപ്പുണ്ട്. എന്തായാലും ഈ അഭ്യൂഹങ്ങളൊക്കെ വലിയ ചർച്ചകൾക്കാണ് ഇടവയ്ക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.